2 ദിവസമായി ഉറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിച്ചിട്ടില്ല. ചുമയും ജലദോഷം കാരണം എഴുന്നേറ്റ് നിൽക്കാൻ പോയി. അപ്പോൾ ഒരാൾ വന്നിട്ട് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഇവർക്ക് വലിയ കാര്യമുണ്ടോ? അപ്പുറത്തേക്ക് ആളുടെ അവസ്ഥ മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ആ ചോദ്യം വരാറുള്ളത്. ഒരാളെ കാണുമ്പോൾ സുഖമല്ലേ, എന്തുകൊണ്ട് വിശേഷം, കഴിച്ചില്ലെങ്കിൽ നമ്മൾ ചോറ് വാങ്ങി കൊടുക്കുമോ? നമ്മുടെ സെലിബ്രിറ്റി കപ്പിൾസിലേക്ക് വരുമ്പം കാക്കയുടെ നിറം എന്നൊക്കെ പറഞ്ഞ് കലാമണ്ഡലം അവരെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതേ ആളുകൾ ഇപ്പൊ റീസെന്റ് മീര ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു, അപ്പിയറൻസ് ശരിയല്ല, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ചേർച്ചയില്ല എന്നൊക്കെ ഉള്ള ഒരു മോശം കമന്റ്സുകളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം രണ്ടും പറയുന്നുണ്ട്. ഈ അവിടെ കമന്റ് ഇടുന്ന ആൾ ഒരു വൾഗറായിട്ടുള്ളോ അല്ലെങ്കിൽ മോശം ഒരു കമന്റ് ഇടുന്ന ആളാണെങ്കിൽ ഇത് ആ ഫോട്ടോയിലോ അല്ലെങ്കിൽ ആ വീഡിയോയിലോ ഉള്ളത് എൻ്റെ വീട്ടിലുള്ള ഒരാളാണെങ്കിൽ ചെയ്യൂ. അവർ തമ്മിൽ കല്യാണം കഴിച്ചു, അവരെന്തുകൊണ്ട് കല്യാണം കഴിച്ചു? അവർക്ക് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. സിമ്പിളാണ്, ഉത്തരം വളരെ സിമ്പിളാണ്. ഇപ്പൊ രണ്ടാമത്തെ കല്യാണത്തിന് അവർ കല്യാണം കഴിച്ച് മര്യാദയ്ക്ക് ജീവിക്കട്ടെ എന്നല്ലല്ലോ ആലോചിക്കുന്നത്. എന്താ എനിക്ക് ആദ്യത്തെ കല്യാണത്തിന് കുഴപ്പം, എന്തിനാ കുഴപ്പം നോക്കുന്നു പോകുന്നത്? അത് അവർക്ക് മാത്രമുള്ള വിഷയമല്ലേ, അത് അവിടെ അവസാനിപ്പിച്ചാൽ മതിയല്ലോ. മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന ഒരാളുടെ മുകളിൽ നിന്നും നമ്മൾ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നിൽക്കുമ്പോൾ അത് ഭയങ്കര പോയിന്റഡ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ ഓഫ് ഷോട്ടാണ്. നിങ്ങൾ വിശ്വസിക്കില്ല, നോക്കൂ, അതീവ സുന്ദരിയായി എൻഗേജ്മെന്റ് കൂട്ടുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് മാത്രം ഈ പറയുന്ന മൊബൈലും പിടിച്ച് വീഡിയോസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പ്രേക്ഷകരും കൂടെ കുറ്റക്കാരല്ലേ? കാരണം ഇപ്പം മറ്റൊരു മീഡിയ വളരെ ഡീസൻ്റ് ആയിട്ട് അവരുടെ പണി എന്താണോ അത് ചെയ്തു പോകും. ഇപ്പം എവിടെയാണ് വ്യൂവർഷിപ്പ് കൂടുക? ആ 2 വീഡിയോയും ഒരേ സെയിം സാധനമായിരിക്കും, ഒരേ കോണ്ടെക്സ്റ്റ് വരുന്നത്. ചേച്ചി ഇപ്പം പറഞ്ഞ ടോപ്പ് ആംഗിളിൽ എടുത്ത ആ വീഡിയോയ്ക്ക് 2 മില്യൺ 5 മില്യൺ ആയിരിക്കും വ്യൂസ് വരുന്നത്. ഇവിടെ നിന്ന് കുറ്റം പറയുന്നവരാണ് ഇത് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ ഒരു മീഡിയയുടെ പ്രശ്നത്തിനപ്പുറത്തേക്ക് ഇതൊരു ഓഡിയൻസിന്റെ പ്രശ്നം കൂടെ അല്ലേ? എന്നോട് ഇഷ്ടംപോലെ പേര് മുടി ഇല്ലാത്തതിന് മുടി വെച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നൺ ഓഫ് ദെയർ ബിസിനസ്, അത്രേ ഉള്ളൂ ഉത്തരം. ഇതിനെന്താ കുഴപ്പം എന്ന് അവർക്കാണ് തോന്നുന്നത്. ഇനി തോന്നുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് മുടി വേണമെന്ന് തോന്നുന്നെങ്കിൽ അതും എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ പല്ലിന് വിടവ്. പിന്നെ എനിക്ക് ഭക്ഷണം നന്നായി കഴിക്കണം, അപ്പോൾ ഇത് ഭയങ്കര ശല്യമായി, ഞാൻ എടുത്ത് പറിച്ചു കളഞ്ഞു. അതായിരുന്നു എൻ്റെ പ്രയോറിറ്റി. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. വിശേഷം എന്ന ഏറ്റവും പുതിയ സിനിമയുടെ ചർച്ചകളുമായിട്ട് എന്നോടൊപ്പം ഉള്ളത് ആനന്ദേട്ടൻ ആൻഡ് ചിന്നു ചേച്ചി. സ്വാഗതം. താങ്ക് യു. ഇപ്പൊ വരുന്ന സിനിമകൾക്കെല്ലാം വളരെ ലളിതമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പേരുകളാണ്. വിശേഷം, ഇപ്പൊ ചേച്ചി നേരത്തെ ചെയ്തിട്ടുള്ള തമാശ, അപ്പൊ ഇതൊക്കെ വളരെ ലളിതമായിട്ടുള്ള പേരുകളാണെങ്കിൽ പോലും അതിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ വളരെ വലുതായിരിക്കും. ഇപ്പൊ തമാശ മൂവി എടുക്കുകയാണെങ്കിൽ അതിൽ പറയുന്ന വിഷയം അത്ര തമാശയല്ല, പക്ഷെ അത് പേര് തലക്കെട്ട് തമാശ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഈ പടം എടുക്കുകയാണെങ്കിൽ വിശേഷം, ഇപ്പം നമ്മൾ മലയാളികൾക്കുള്ള ഒരു സ്വഭാവമാണ്, നമ്മൾ ആരെ കണ്ടാലും എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിക്കും. പക്ഷെ ആ ഒരു വിശേഷ തിരക്കലിന് പുറകിൽ പല കാരണങ്ങളുണ്ടാവും. കാരണം നമ്മൾ നല്ലതൊന്നും ചിലപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കും. എന്താണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ അന്യരുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത്, അവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നതൊക്കെ അറിയാനുള്ളൊരു ത്വര. ഈ ഒരു കോണ്ടെക്സ്റ്റ് തന്നെയാണ് നമ്മുടെ ഒരു ഫിലിമിന്റെ ആകത്തുക എന്ന് പറയാൻ പറ്റുമോ ഈ വിശേഷം എന്നൊരു തലക്കെട്ടുകൊണ്ട്? വിശേഷം ഇപ്പൊ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാം. മറ്റൊരു രീതിയിൽ പറഞ്ഞ വിശേഷം ഒരു ഗുഡ് ന്യൂസ് ആണ്, ആ രീതിയിലും ആലോചിക്കാം. ഈ പറഞ്ഞ പോലെ ചോദിക്കുന്ന ആൾക്കാരുടെ ചോദ്യം ചിലപ്പോൾ വളരെ പ്ലെയിൻ ആയിട്ട് അവർ ചോദിക്കുന്നതായിരിക്കും. എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ അവസ്ഥയായിരിക്കും ഇതിന് കോൺട്രഡിക്ടറി ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടി പോകും. അനവസരത്തിലായിരിക്കും ചില നേരത്ത് ഈ ചോദ്യങ്ങൾ വരിക. യൂഷ്വലായിട്ട് ചോദിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഈ ചോദിക്കുന്ന ആളാരാണ്, എവിടെ വെച്ചാണ് ചോദിക്കുന്നത്, എന്തുദ്ദേശിച്ചാണ് ചോദിക്കുന്നത്, ഇങ്ങനെ കുറെ കോണ്ടെക്സ്റ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ വിശേഷത്തിനെ ഇതാകുന്നത്. സിനിമ നിൽക്കുന്നത് ഈ ചോദ്യവും അതിനുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ദമ്പതികൾ, ഒരു ഭാര്യയും ഭർത്താവും കിടന്ന് ഓടുന്നതും. പിന്നെ ബേസിക്കലി വിശേഷം എന്നുള്ളതിന്റെ അപ്പുറത്തെ അർത്ഥം ഗുഡ് ന്യൂസ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഹാപ്പിനെസ് എന്താണ്, ഈ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്, അതോ നമുക്ക് വേണ്ടിയിട്ടാണോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് മുന്നോട്ട് വെച്ചിട്ടാണ് നമ്മുടെ സിനിമ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞ പോലെ ചില സമയത്ത് എന്ന് പറഞ്ഞാൽ അനവസരത്തിലൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ട് വിശേഷം ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറയാനൊന്നും കാണത്തില്ല. ഇങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ചിലപ്പം 2 ദിവസമായി ഉറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിച്ചിട്ടില്ല, 5000 കാര്യമുണ്ട്, 10-15 ബില്ലടയ്ക്കാണ്ട്, എന്നിട്ട് ചുമയും ജലദോഷം കാരണം എഴുന്നേറ്റ് നിൽക്കാൻ പോയി. അപ്പോൾ ഒരാൾ വന്നിട്ട് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറയണോ, അതോ ഇല്ല സുഖമില്ല, ബുദ്ധിമുട്ടാണ്, ഇന്ന കാരണങ്ങളാണ് എന്ന് നമ്മൾ പറയും. അപ്പം ചിലപ്പോൾ നമുക്ക് അസുഖം ആണെങ്കിൽ പോലും നമ്മൾ ആദ്യം സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്നൊക്കെ പറയും. അത് വളരെ എന്താ പറയുക സർഫസ് ലെവലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് കഴിയുമ്പോഴുള്ള വിശേഷം ഇല്ലേ, എന്താ വിശേഷം? അപ്പം ഫോർ എക്സാമ്പിൾ ഈ കോണ്ടെക്സ്റ്റിൽ മാരീഡ് ആയിട്ടുള്ളൊരു കപ്പിളിനെ കാണുമ്പം ആദ്യം ചുമ്മാ നടക്കണമായിരിക്കും, എപ്പോഴാണ് കല്യാണം കഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴാണ് കുട്ടികൾ,
കുട്ടി കഴിഞ്ഞാൽ ഇനി കുട്ടിയുടെ കല്യാണം, അങ്ങനെ അറിഞ്ഞിട്ട് ഇവർക്ക് വലിയ കാര്യമുണ്ടോ? നമ്മുടെ ഈ പടത്തിന്റെ ട്രെയിലറിൽ പോലും ലൈക്ക് ഒരു അമ്മായി വന്ന് എപ്പോഴും ഇങ്ങനെ വിഷയം, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പേരോ അല്ലെങ്കിൽ എൻ്റെ നാടോ ഞാൻ എവിടെ നിന്ന് വന്നു എൻ്റെ വീട്ടുകാരെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ, എപ്പോൾ കണ്ടാലും വിശേഷമായില്ലേ 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 എന്ന ചോദ്യമുള്ളൂ. അപ്പം അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഒക്കെ നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ബേസിലാണ് ഈ പടം. പിന്നെ നമ്മളെല്ലാവരും കേട്ടുള്ളൂ, ഞാനും ഇതേപോലെ കുറേ ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും പോകുന്ന വഴികളാണ് അതൊക്കെ. ആരും മനഃപൂർവ്വം ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചോദിക്കുന്നു എന്ന് പറയില്ലേ. പക്ഷെ അപ്പുറത്തേക്കുന്ന ആളുടെ അവസ്ഥ മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ആ ചോദ്യം വരാറുള്ളത്. പിന്നെ ആക്ച്വലി ചിലപ്പോൾ ഇതൊരു ഫില്ലർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ്. ഒരാളെ കാണുമ്പോൾ സുഖമല്ലേ, എന്തുകൊണ്ട് വിശേഷം, കഴിച്ചോ, കഴിച്ചില്ലെങ്കിൽ നമ്മൾ ചോറ് വാങ്ങി കൊടുക്കുമോ. പലപ്പോഴും അങ്ങനെയല്ല, വേറെ എന്തെങ്കിലും ചോദിക്കണമല്ലോ. ചിലപ്പോൾ ഉടനെ കണ്ട ഉടനെ വണ്ണം വെച്ചോ, മെലിഞ്ഞോ, കറുത്തു പോയോ എന്നൊക്കെ, അങ്ങനെ നമ്മൾ അങ്ങനെ ഫില്ലറായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന കാര്യവും. അങ്ങനെയും അല്ലാണ്ടും ഈ ചോദ്യം ചോദിക്കുന്നത് പോലെ നമുക്ക് അതിന്റെ ഉത്തരവും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം നമ്മൾ പലപ്പോഴും ഈ ചോദ്യങ്ങൾ വരുമ്പം ഈ നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ഇന്നത് ഈ ആൻസർ മാത്രമേ പറയാൻ പാടുള്ളൂ. ചിലപ്പോൾ നമ്മൾ അതിന് വിപരീതമായിട്ട് ഇപ്പം നമ്മുടെ സുഖമാണ് സുഖമല്ല എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കിന് അതിൽ ഒഫൻഡഡ് ആയിട്ട് അവർക്ക് തോന്നും. ചിലപ്പോൾ നമ്മുടെ അവസ്ഥ അതായിരിക്കും. അപ്പൊ ഈ ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ വെച്ചേക്കാണ്, അതിനപ്പുറത്തേക്ക് നമുക്ക് പറയാനും പറ്റില്ല. അതും ഭയങ്കര ഒരു നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെ മാത്രമേ പെരുമാറാൻ പാടുള്ളൂ അല്ലേ. അതെ അതെ, അതാണ് ഈ ചോദ്യം ചോദിക്കുന്ന ആളുടെ ഒരേ ഒരു എക്സ്പെക്ടേഷൻ, അയാൾ ഉദ്ദേശിക്കുന്ന ഉത്തരം ഇവർ പറയുന്നുള്ളതാണ്. മറിച്ച് ഒരു ഉത്തരം പറയാനുള്ള ഇതിലൊന്നും അല്ല ചോദിക്കുന്നത്. പിന്നെ ഇത് അറിഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, വെറുതെ വഴി പോകുന്ന കാര്യത്തിന്. നമ്മുടെ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, SLC കഴിഞ്ഞപ്പോൾ അപ്പോൾ ഒന്ന് കുറേ ആൾക്കാർ ചോദിക്കും ഈ അടുത്ത് എന്താ പരിപാടി, അടുത്തിട്ട് വല്ല കാര്യം ഒന്നുമില്ല. ഉപദേശങ്ങൾ ഇതൊക്കെ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ആൾക്കാർ, നമുക്ക് എല്ലാവരും നമ്മളെ ചുറ്റുമുള്ള എല്ലാവരും വന്ന് നമ്മളോട് എല്ലാം പറയുന്നത് നമുക്ക് ഓക്കെ ആയിരിക്കില്ല. അത് പർട്ടിക്കുലർലി നമുക്കൊക്കെ ബൗണ്ടറീസ് ഉണ്ട് ആ കാര്യത്തിൽ. ഇതൊന്നും മനസ്സിലാക്കാതെ ആയിരിക്കും ഈ പറഞ്ഞ വ്യക്തി വന്ന് ചോദിക്കുന്നത്. അയാളെ ഞാൻ പാവന്നേ പറയുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. അയാൾ ചിലപ്പോൾ ഇതൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അയാൾ ചെയ്യുന്ന ദ്രോഹം അയാൾ അറിയുന്നില്ല. സാധു ദുഷ്ടന്റെ കൊലം ചെയ്യുന്ന പറഞ്ഞാണ് അയാളുടെ കഷ്ടം. പിന്നെ അല്ലെങ്കിലും ഉപദേശിക്കാൻ ഒരു 500 പേരുണ്ടാവും, എന്നാ കാര്യത്തോടെടുക്കുമ്പം സഹായിക്കാൻ ഒരൊറ്റ നല്ല മനുഷ്യനുണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ട്രെയിലറിൽ കണ്ടപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ അപ്പിയറൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വിവാഹത്തിലേക്ക് പോകുമ്പം, അല്ലെങ്കിൽ വിവാഹമാട്ടെ അല്ലെങ്കിൽ ഒരു പ്രണയം വരുമ്പം പോലും ഒരാൾ എങ്ങനെയാണ് അവരുടെ അപ്പിയറൻസ് ഇതൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നത്. അപ്പൊ അതും ഈ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ അതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇല്ല, ഞാൻ പറയുന്നത് നമ്മളത് ലൗഡറായിട്ടൊന്നും എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അത് ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ രൂപം കൊണ്ടാണ് തോന്നുന്നത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ സിനിമയ്ക്കകത്ത് മനഃപൂർവ്വമായിട്ട് ഞാൻ കാണുന്ന കാര്യം, ഇപ്പോൾ വനിതാ പോലീസായ സ്ത്രീ, അവരുടെ ജീവിതത്തിൽ അവർക്ക് പേഴ്സണൽ സ്പേസ് ഉണ്ട്. അവർ വെറും വനിതാ പോലീസ് അല്ല, അവർക്ക് പ്രണയം ഉണ്ടാവും, അവർക്ക് കുടുംബം ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് പോയി നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ അവരുടെ ജീവിതം എന്താണെന്നുള്ളത്. അതിന് പകരം നമ്മൾ ആദ്യമേ തീരുമാനിച്ചു ഒരു വനിതാ പോലീസാണ്, അവരുടെ സ്വഭാവം ഇങ്ങനെയായിരിക്കും എന്നുള്ളത്. സിനിമാക്കാരൻ പണ്ട് പറയായിരുന്നു, സിനിമാക്കാരനെ മാട്രിമോണിയലിൽ ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് പെണ്ണ് കിട്ടൂല. കാരണം അയാളെ കുറിച്ച് ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്, എല്ലാത്തിലും ഉണ്ട് നമുക്ക് അത്. അപ്പോൾ രൂപത്തിലും സ്വഭാവങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ ആദ്യമേ കൂട്ടി നമ്മുടെ മുൻധാരണയുടെ പുറത്താണ് നമ്മൾ പോകുന്നത്. പ്രണയിക്കാൻ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നൊന്നുമില്ല, നമ്മുടെ കാഴ്ചപ്പാടിന്റെ വിഷയമാണ് അതൊക്കെ. പ്രണയിക്കാൻ ആർക്ക് വേണമെങ്കിൽ പറ്റും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവര് തമ്മിലുണ്ടായാൽ മതി, വേറെ ചോദ്യം ഇതൊന്നുമില്ല. പക്ഷെ അത് ചില നേരത്ത് അത് മിസ് ചെയ്യും മൂന്നാമത്തെ കണ്ണി കൂടി നോക്കുമ്പോൾ. നേരത്തെ പാർവതി ചേച്ചി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, പാർവതി ചേച്ചിയും ഹസ്ബൻഡും കൂടി ഉള്ള സമയത്ത് ഇവരിങ്ങനെയാണോ എന്നൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്. അത് എന്തിന്, അവരുടെ ജീവിതമല്ലേ, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് വിടേണ്ട കാര്യത്തിന് അവരവരുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്, ഈ മുൻധാരണയുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഒരുപാട് ബോഡി ഷേമിങ് കാര്യങ്ങൾ ഇങ്ങനെ കൂടി വരുന്ന സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ ഒരു ഇൻസിഡന്റ് വരുമ്പോഴത്തേക്കിന് ഇതിനെതിരെ പറഞ്ഞവരായിരിക്കും അടുത്ത ഇൻസിഡന്റ് വരുമ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തും വിമർശിച്ചൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സെലിബ്രിറ്റികൾക്കിടയിലാണ് ഇത് കൂടുതലായിട്ട് നിൽക്കുന്നത്. അവർക്കെതിരെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ലേ ചേച്ചിക്കും? എനിക്ക് ദൈവം സഹായിച്ച് ഇതുവരെ അങ്ങനെ ഒരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ചെയ്തിട്ടുള്ള സിനിമകൾ കണ്ട് അങ്ങനത്തെ ആൾക്കാരെ എന്നെ അറിയാവോ, ആ സിനിമകൾ കണ്ടവരാരും ഈ പറയുന്ന പോലെ ബോഡി ഷെയിം ചെയ്യുകയോ
അല്ലെങ്കിൽ ഒരാളെ വിഷമിപ്പിക്കുന്ന ടൈപ്പ് രീതിയിലുള്ള സംസാരിക്കുകയോ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആ സിനിമകൾ പറഞ്ഞു വെച്ചിരുന്ന എന്താ പറയുക കാര്യങ്ങളും അതിൻ്റെ പൊളിറ്റിക്സും ഒക്കെ അങ്ങനെ ആയതുകൊണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ സെലിബ്രിറ്റീസ് അതാരാണെങ്കിലും പബ്ലിക് ഐയിലുള്ള ആൾക്കാർ ഈസി ടാർഗറ്റ്സ്, സോഫ്റ്റ് ടാർഗറ്റ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പം തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി പറയാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ ടൈപ്പ് ചെയ്ത് പറയുന്നത്. അത് പലപ്പോഴും നമ്മുടെ ഒറിജിനൽ പ്രൊഫൈലിലായിരിക്കണം എന്ന് പോലും ഇല്ല. അപ്പോൾ അത് ആ ഒരു ഒരാളുടെ മുഖത്ത് നോക്കാതെ നമുക്ക് പറയാൻ പറ്റുന്ന സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ആക്ച്വലി. അപ്പോൾ അത് ഒബ്വിയസ്ലി അത് ശരിയല്ല. നമ്മളൊരു എന്താ പറയുക, ഒരു മറ്റേ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഇത് ഒരു പ്രഷർ കുക്കർ പോലത്തെ ഒരു സ്പേസിലാണ് നമ്മുടെ സൈബർ സ്പേസ് ഉള്ളത്. അത് ആർക്കും സേഫ് അല്ലെങ്കിൽ നോൺ ടോക്സിക് അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള സ്പേസ് അല്ല. അത് കൂടുതലും ഇത്തരം ചർച്ചകൾ വരുന്ന എനിക്ക് തോന്നുന്നു ഈ വിവാഹം സംബന്ധിച്ചായിരിക്കും. അല്ലെങ്കിൽ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഈ കപ്പിൾസ്, നമ്മുടെ സെലിബ്രിറ്റി കപ്പിൾസിലേക്ക് വരുമ്പം ഒരുപാട് വിമർശനങ്ങൾ അവർക്ക് വരാറുണ്ട്. ഈ റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ കഴിഞ്ഞിടയ്ക്ക് ഒരു ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ഈ കാക്കയുടെ നിറം എന്നൊക്കെ പറഞ്ഞ് കലാമണ്ഡലം മലയാളികൾ ആ സമയത്തെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് അവരെന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ച അതേ ആളുകൾ ഇപ്പോൾ റീസെൻ്റ്ലി മീര ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ ആ വിവാഹത്തിൻ്റെ പോസ്റ്റിൻ്റെ അടിയിലും അല്ലെങ്കിൽ വീഡിയോസിൻ്റെ ഒക്കെ അടിയിൽ വളരെ മോശമായിട്ടുള്ള അപ്പിയറൻസ് ശരിയല്ല, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ചേർച്ചയില്ല എന്നൊക്കെയുള്ള ഒരു മോശം കമൻസുകളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം രണ്ടും പറയുന്നുണ്ട് നമ്മുടെ മലയാളികൾ, അല്ലെങ്കിൽ ഏതൊരു സൊസൈറ്റി ആണെങ്കിലും ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കൂടുതൽ ഫേസ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റീസും, അല്ലെങ്കിൽ എനിക്ക് അവരായിരിക്കും ചേച്ചി മുമ്പേ പറഞ്ഞത് ടാർഗറ്റ് എന്ന്. ഇതൊക്കെ ചേച്ചിയും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ? ആണ്, ഐ മീൻ അത് ഒബ്വിയസ് അല്ലേ. നമ്മൾ കേരളത്തിലുള്ള ഇന്റർനെറ്റ് കണക്ഷനുള്ള ആർക്കും കാണാൻ പറ്റുന്ന കാര്യമാണിത്. കാരണം നമ്മൾ ഇന്റർനെറ്റ് തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ കാണുന്നത് ഈ പറയുന്ന അത് ഒരു കണക്കിന് ഐ ഫീൽ അതൊരു മീഡിയ ഐയുടെയും കൂടെ പ്രശ്നമാണ്. കാരണം ഒരു മീഡിയയുടെ ഒരു മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആ ക്യാമറ എങ്ങനെ പിടിക്കുന്നു എന്നുള്ളതിൽ ഉൾപ്പെടെ അതിനകത്തുള്ള കമൻറ്റിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഫാക്ടറുണ്ട്. ഒരാൾ ഇങ്ങനെ നിൽക്കുന്ന മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന ഒരാളുടെ മേളിൽ നിന്നും നമ്മൾ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നിൽക്കുമ്പോൾ അത് ഭയങ്കര പോയിന്റഡ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ ഓഫ് ഷോട്ടാണ്. ഞാൻ ഒരു ടോപ്പ് ആംഗിൾ ഷോട്ട് ഒരു പെൺകുട്ടിയുടെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി നടന്നു പോകുന്നു, അവർ ബാക്കിൽ നിന്ന് ഒരു ഷോട്ട് എടുത്തിട്ട് ആരാണിത് ഗസ് ചെയ്യൂ, നിങ്ങൾ വിശ്വസിക്കില്ല, നോക്കൂ അതീവ സുന്ദരിയായി, ആരാണിത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇടുമ്പോൾ ഇട്ടിരിക്കുന്ന ആൾക്ക് വരെ വന്ന് എന്തെങ്കിലും പറയാൻ തോന്നും. അപ്പൊ ഭയങ്കര എല്ലാവരെയും ഈ പറയുന്ന സെൻസേഷണലൈസ് ചെയ്ത് ടാൻറ്റലൈസ് ചെയ്ത് എൻഗേജ്മെന്റ് കൂട്ടുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് മാത്രം ഈ പറയുന്ന മൊബൈലും പിടിച്ച് വീഡിയോസ് എടുക്കുന്ന ആൾക്കാരുണ്ട് എൻഗേജ്മെന്റിന് വേണ്ടി മാത്രം. അപ്പോൾ ഈ ചോദ്യം കേരള സമൂഹത്തിനോട് ചോദിക്കുന്നതിനോടൊപ്പം ഈ പറയുന്ന എൻഗേജ്മെന്റിന് വേണ്ടി മാത്രം കോണ്ടന്റ് സെൻസേഷണലൈസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന മീഡിയ പേഴ്സൺസിനോടും നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. ചേച്ചി, അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പ്രേക്ഷകരും കൂടെ കുറ്റക്കാരല്ലേ? കാരണം ഇപ്പം നമ്മൾ രണ്ട് ചാനലുകൾ എടുക്കുന്നു വെച്ചാൽ രണ്ട് സെപ്പറേറ്റ് മീഡിയാസ്. അപ്പോൾ ഒരു മീഡിയ ചേച്ചി പറയുന്നത് പോലെ ഇപ്പോൾ ടോപ്പ് ആംഗിളിൽ നിന്ന് ഒരു ഷോട്ട് എടുത്തു, ഇപ്പം മറ്റൊരു മീഡിയ വളരെ ഡീസൻ്റ് ആയിട്ട് അവരുടെ പണി എന്താണോ അത് ചെയ്തു പോകും. ഇപ്പം എവിടെയാണ് വ്യൂവർഷിപ്പ് കൂടുക? ഓഫ് കോഴ്സ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം ആ രണ്ട് വീഡിയോ ഒരേ സെയിം സാധനമായിരിക്കും, ഒരേ കോണ്ടെക്സ്റ്റ് വരുന്നത്, ഒരേ കോണ്ടന്റുകളായിരിക്കാം. പക്ഷേ ഈ ചേച്ചി ഇപ്പം പറഞ്ഞ ടോപ്പ് ആംഗിളിൽ എടുത്ത ആ ഒരു വീഡിയോയ്ക്ക് 2 മില്യൺ 5 മില്യൺ ആയിരിക്കും വ്യൂസ് വരുന്നത്. ഇപ്പുറത്തെ എടുത്തതിന് വെറും 2000-3000 വ്യൂസ് ആയിരിക്കാൻ വരുന്നത്. അപ്പോൾ അവിടെ പ്രേക്ഷകർ കുറ്റക്കാരാണ്. കാരണം ഈ വീഡിയോ രണ്ടും കണ്ടിട്ട് ഇവിടെ നിന്ന് കുറ്റം പറയുന്നവരാണ് ഇത് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇവരും കൂടെ എന്താ പറയുന്നത്, കുറേ കൂടി ഇങ്ങനെ പ്രഷറാണ് ഇവർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എടുക്കാനൊക്കെ. അപ്പോൾ അത് ഈ ഒരു മീഡിയയുടെ പ്രശ്നത്തിന് അപ്പുറത്തേക്ക് ഇതൊരു ഓഡിയൻസിന്റെ പ്രശ്നം കൂടെ അല്ലേ? ഇത് രണ്ടുപേരെടുത്തും പോകണം. ഇത് ഈ പറയുന്നത് മോൺസ്റ്റർ ഇസ് ബീങ് ഫെഡ് ഇല്ലേ? അപ്പം ഈ പറയുന്ന സെൻസേഷണലൈസ് ആയിട്ടുള്ള കോണ്ടന്റിനാണ് എൻഗേജ്മെന്റ് കിട്ടുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് നമ്മൾ ആ കോണ്ടന്റ് ഇടുന്നു. ആ കോണ്ടന്റിൽ എൻഗേജ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്. സോ ദ ക്വസ്റ്റ്യൻ ഗോസ്, അത് രണ്ടുപേരെടുത്തും പോകേണ്ട കാര്യം തന്നെയാണ്. ഇതിന്റെ വേറെ ആസ്പെക്ട് നമ്മൾ ആരെയാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലുള്ള ഒരാൾ ഉപയോഗിക്കുമോ? ഇല്ല. നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെയാണ് നമ്മൾ ഇതിനകത്തൊക്കെ ടൂളാക്കുന്നത് അല്ലേ? അഭിപ്രായം എഴുതുന്ന ആളും അങ്ങനെയാണ്, ചെയ്യുന്ന ആളും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അവർ വേറെ ഏതോ തലത്തിൽ നിൽക്കുന്നു എന്നുള്ളതിനെക്കാട്ടുപരി അവർ നമ്മളെപ്പോലെ തന്നെയാണെന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ ഈ കാര്യം ചെയ്യൂ. നമ്മുടെ വീട്ടിൽ ഈ അവിടെ കമന്റ് ഇടുന്ന ആൾ ഒരു വൾഗറായിട്ടുള്ളോ അല്ലെങ്കിൽ മോശം ഒരു കമന്റ് ഇടുന്ന ആളാണെങ്കിൽ ആ ഫോട്ടോയിലോ അല്ലെങ്കിൽ ആ വീഡിയോയിലോ ഉള്ളത് എൻ്റെ വീട്ടിലുള്ള ഒരാളാണെങ്കിൽ ചെയ്യൂ.
അങ്ങനെ ചെയ്യുന്ന ആളാണെങ്കിൽ പിന്നെ അയാളോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഷൂട്ട് ചെയ്ത ആളാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അത് അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇത് പുറത്തെ ഏതോ എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ട് ഇവർക്കൊന്നും ചിന്തയും വികാരങ്ങളും ഇതൊന്നും ഇല്ലാതെ നടക്കുന്ന ആളുകളാണെന്നുള്ള എന്തോ വൃഥാ ഉള്ള ഒരു തോട്ട് പ്രോസസ്സ് നിന്ന് വരുന്നതാണ് ഇത്തരം ഇത്. പിന്നെ കുറേയൊക്കെ ഫ്രസ്ട്രേഷനാണ് ആൾക്കാരുടെ. 4 തെറി വിളിക്കാൻ തോന്നിയിട്ട് അല്ലെങ്കിൽ ആ ഭാര്യയെ തല്ലുന്ന ആൾക്കാരെന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല അത്തരം ആൾക്കാരോട്. അപ്പോൾ അവർക്ക് എന്തിൻ്റെ ഫ്രസ്ട്രേഷൻ എവിടെയോ തീർക്കാനുള്ളത് ഇവിടെ വന്ന് തീർക്കുന്നതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ അതിന് വലിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മുഖം അറിയണ്ട, എന്നെ ആരാന്ന് തന്നെ കാണിക്കണ്ട, എനിക്ക് എന്തും പറയാം. അപ്പോൾ അങ്ങനെ നോക്കുന്ന ആൾക്കാർ ചുവരിൽ ചേർത്ത് നിർത്തി ഒന്ന് കൈ വെച്ച് ഇടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ആ എക്സസൈസ് കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിലാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരുമാണ് നമ്മുടെ മൂവിയിൽ പാർട്ട്നേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ ഈ മലയാളികൾക്ക് പൊതുവേ ഉള്ളൊരു എന്താ പറയുക, അവരുടെ ഒരു പ്രവണതയാണ്. ഇപ്പോൾ മുമ്പേ ചോദിച്ച പോലെ തന്നെ, ഇപ്പോൾ മീര ചേച്ചിയുടെ കാര്യം ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ, ഈ പാർട്ട്നേഴ്സിൻ്റെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്കിനാണ് കൂടുതൽ ഈ ചർച്ചാ വിഷയമാകുന്നത്. കാരണം അവരുടെ അപ്പിയറൻസ്, അല്ലെങ്കിൽ ഈ കുട്ടി ആൾക്ക് മാച്ച് ആവുന്നില്ല, അല്ലെങ്കിൽ ഇവരെന്താണ് കല്യാണം കഴിച്ചത്, എന്ത് കണ്ടിട്ടാണ് കല്യാണം കഴിച്ചത്, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെ പറ്റിയുള്ള ചേട്ടൻ്റെ അഭിപ്രായം എന്തുകൊണ്ടായിരിക്കും മലയാളികൾക്ക് ഇതിനോട് ഇത്ര ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസിനോട് ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നത്? അതിപ്പോൾ ഇത്രേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ കാര്യം നോക്കാൻ എനിക്ക് ടൈമില്ല, അപ്പുറത്തെ ആളുടെ വീട്ടിലെ കാര്യം നോക്കാൻ എനിക്ക് ടൈമുണ്ട്, അത്രേ ഉള്ളൂ. അതിലൊരു സുഖമുണ്ട്. സുഖം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി അവർ തമ്മിൽ കല്യാണം കഴിച്ചു. അവരെന്തുകൊണ്ട് കല്യാണം കഴിച്ചു? അവർക്ക് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. സിമ്പിളാണ്, ഉത്തരം വളരെ സിമ്പിളാണ്. അത് ഇതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞൊരു പിറ്റേ ദിവസം തൊട്ട് ഊഹിക്കാൻ തുടങ്ങുന്നില്ലേ, അവിടെ പോയി കാര്യങ്ങൾ. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് നമ്മളോടൊന്നൊരു 5 മിനിറ്റ് സംസാരിച്ചാൽ നമ്മളാരാ, നമ്മളെന്തെങ്ങനെ, നമ്മളെന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നൊക്കെ നമ്മളോടൊന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ തോന്നും നമ്മൾ ഇത്രയേ ഉള്ളൂ. അത് സംസാരിക്കാറില്ല. നമ്മൾ ഏത് നേരവും ഒരാളെ കേൾക്കുമ്പോൾ തന്നെ എങ്ങനെയാണ്, നമ്മൾ ഇപ്പോൾ സ്നേഹം സംസാരിക്കുന്നതിനോട് സ്നേഹയ്ക്ക് എന്ത് ഉത്തരം കൊടുക്കാമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ കാര്യമില്ല. സ്നേഹയ്ക്ക് എന്തോ പറയാനുണ്ട്, അത് മുഴുവൻ കേട്ടിട്ട് വേണം ഞാൻ പറയാൻ, അല്ലേ? അങ്ങനെയല്ല. പക്ഷെ നമ്മൾ ആദ്യമേ കൂട്ടി ഇതിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതുപോലെ നമ്മളോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മളാരാന്നൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് നമ്മളിവിടെയാണോ ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നൊക്കെ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർക്കാം. പക്ഷേ അതിന് പോലുള്ള സമയമോ ക്ഷമയോ ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ജഡ്ജ്മെൻ്റലായിട്ട് ആ മുന്നിലിരിക്കുന്ന ആൾ ഇങ്ങനെയാണെന്ന് ആദ്യമേ തീരുമാനിച്ച് അയാളെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ ഒരു പുഴവക്കിൽ നിൽക്കുകയാണ് ഒരാൾ. നിൽക്കുന്ന ആൾ ആത്മഹത്യ ചെയ്യാനാണ് പോകുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. അതേസമയമാണ് വെറുതെ പുഴ കണ്ട് ആസ്വദിക്കുന്നതാണെന്ന് ചിന്തിക്കാം. പക്ഷെ ഇത് 2 പേഴ്സ്പെക്റ്റീവ്, 2 മനസ്സാണ്, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ രണ്ടാം വിവാഹത്തെ പറ്റിയും പറയുന്നുണ്ട്. അതും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമുക്കിടയിലൊക്കെ. കാരണം രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ പോകുമ്പോഴത്തേന് ചിലപ്പോൾ ആദ്യത്തെ വിവാഹത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കും. ഇപ്പം പെൺകുട്ടിയുടെ ഭാഗത്താണെങ്കിൽ അവൾ ശരിയല്ല എന്നിട്ടായിരിക്കും രണ്ടാം വിവാഹം കഴിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അത് ആദ്യത്തെ ഡിവോഴ്സ് ആയത്. ഇതും ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. അപ്പം അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ടോ? അത് ഇതൊക്കെ സമകാലീനമായിട്ട് ഇവിടെ ചുറ്റും നടക്കുന്ന കാര്യമാണ്. ഈ വിശേഷമൊന്നും ആയില്ലേ എന്ന് ചോദിക്കുന്നതും രണ്ടാമതൊരു കല്യാണം എന്ന് പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന അതിന്റെ അപ്പൊ രണ്ടാമത്തെ കല്യാണത്തിനെ അവർ കല്യാണം കഴിച്ച് മര്യാദയ്ക്ക് ജീവിക്കട്ടെ എന്നല്ലല്ലോ ആലോചിക്കുന്നത്. എന്തായിരിക്കും ആദ്യത്തെ കല്യാണത്തിന് കുഴപ്പം, എന്തിനാ കുഴപ്പം നോക്കിയൊന്നും പോകുന്നത്? അത് അവർക്ക് മാത്രമുള്ള വിഷയമല്ലേ, അത് അവിടെ അവസാനിപ്പിച്ചാൽ മതിയല്ലോ. അതിനെ കട്ടനിടാൻ പറ്റാതെ അതിന്റെ പുറകെ പോവുക എന്നുള്ളത് നമ്മുടെ ഒരു ത്വരയാണ്. ഈ അന്യന്റെ വീട്ടിലേക്ക് നോക്കുന്നതിന്റെ ത്വരയാണ്. അതല്ല, നമ്മളെ സിനിമ ചർച്ച ചെയ്യുന്നത് ഇത്തരം ചിന്തകളും അതിനുള്ള ഉത്തരങ്ങളും ഒക്കെ തന്നെയാണ് സിനിമ സംസാരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരാളെ കണ്ട ഉടനെ അയാളെ കുറിച്ച് തീരുമാനിക്കുന്ന ചില തീരുമാനങ്ങൾ, ഈ കപ്പിള് തമ്മിൽ ചേർച്ചയില്ലെന്ന് നമ്മൾ പറയണം. അവർ തമ്മിൽ ചേർച്ചയുണ്ടെങ്കിൽ ചേർച്ചയുണ്ട്. അതങ്ങനെ ചിന്തിക്കാതെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ ബേസിക്കായിട്ട് ഒരു ഫീൽ ഗുഡ് ലെവലിൽ ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും വന്ന് കാണാൻ ഉള്ളൊരു ഫോർമുലയിലാണ് നമ്മളതിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ ആൾക്കാർക്ക് തോന്നാം ഇത് നമ്മളല്ലേ എന്ന്. അത് ചോദിക്കുന്ന ആളായിട്ടും തോന്നാം, ചോദ്യം കേൾക്കുന്ന ആളായിട്ടും തോന്നാം. ചേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ മുമ്പേ സംസാരിച്ചപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഫിസിക്കൽ അപ്പിയറൻസിന്റെ കാര്യം ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ചിലപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ ആ ഒരു രൂപം കൊണ്ടായിരിക്കുന്നു. ഇപ്പം നമ്മുടെ ഒരു ചേട്ടൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അത് എന്നോട് ഇഷ്ടംപോലെ പേര് മുടി ഇല്ലാത്തതിന് മുടി വെച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നൺ ഓഫ് ദെയർ ബിസിനസ്, അത്രേ ഉള്ളൂ ഉത്തരം. വളരെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ. കാരണം
ഇതിനെന്താ കുഴപ്പം എന്ന് അവർക്കാണ് തോന്നുന്നത്, എനിക്ക് തോന്നിയിട്ടില്ല. ഇനി തോന്നുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് മുടി വേണമെന്ന് തോന്നിയെങ്കിൽ അതും എൻ്റെ ഇഷ്ടമാണ്. ഇതൊക്കെ ബേസിക്കലി അയാളുടെ വ്യക്തിത്വവും അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവിടെ കയറി വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൂടെ അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നത് അതും ഒട്ടും പരിചിതമല്ലാത്തൊരാളൊക്കെ ആയിരിക്കും. നമുക്ക് ഒരു തരത്തിലും ജീവിതത്തിൽ സ്ഥിരമായിട്ട് എൻ്റെ ഡേ ടു ഡേ ലൈഫായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ റാൻഡംലി വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന ഇതുണ്ട്. പല്ലിന് വിടവ്, എൻ്റെ പല്ലിന് വിടവ്. ഞാനിത് സത്യമായിട്ട് പറഞ്ഞാൽ പണ്ട് കമ്പിയൊക്കെ ഇട്ട് വേലിയൊക്കെ കെട്ടി നിർത്തിയിരുന്നതാണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത്. പിന്നെ എനിക്ക് ഭക്ഷണം നന്നായി കഴിക്കണം, അപ്പോൾ ഇത് ഭയങ്കര ശല്യമായി, ഞാൻ എടുത്ത് പറിച്ചു കളഞ്ഞു. അതായിരുന്നു എൻ്റെ പ്രയോറിറ്റി, അത്രേ ഉള്ളൂ. അപ്പം ഇത് അവനവൻ്റെ ഇഷ്ടമാണ്. ഇതിനെ കണ്ടിട്ട് പിന്നെ ഇത് ആരാ പറയുന്നത് ഇതൊക്കെ വിരൂപമാണെന്ന് പറയുന്ന ആരാ? ഇപ്പം ആഫ്രിക്കയിൽ ചെന്നിട്ട് അവരുടെ ജനങ്ങളുടെ സൗന്ദര്യ സങ്കല്പത്തെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് സോണിലാണ് നിൽക്കണം. അപ്പോൾ അതങ്ങനെ ആയിക്കൂടെ? ഇതൊക്കെ ഓരോ ആൾക്കാരുടെ കണ്ണിക്കൂടി കണ്ടിട്ട് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ വെച്ച് അവർ നമ്മളോട് ഇത് ചെയ്തോട്. ഇത് ഏറ്റവും തമാശയുള്ളൊരു കാര്യം, ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ ഈ മുടി വയ്ക്കുന്ന ട്രാൻസ്പ്ലാന്റ് ആണോ ഏതോ വിഗാണോ എന്നൊക്കെ അറിയില്ല, വയ്ക്കുന്ന ഇതിന്ന് പരസ്യത്തിന് വിളിച്ചു അയാള്. അപ്പം അയാൾ പറയുന്നത്, എടോ ഞാനിത് നാട്ടുകാരെ അറിയാതിരിക്കാനാണ് ഞാൻ നിങ്ങളുടെ അവിടെ വന്നിട്ട് ഈ സാധനം ഫിറ്റ് ചെയ്തത്, എന്നിട്ട് നിങ്ങൾ വന്നിട്ട് എന്നെ പരസ്യത്തിന് വിളിക്കാനോ എന്ന് ചോദിച്ചു. ഇതുപോലെയാണ് ആൾക്കാർ. അപ്പോൾ പണ്ട് നമ്മൾ ഫെയർ ആൻഡ് ലവ്ലി അങ്ങനത്തെ ക്രീം യൂസ് ചെയ്യുമ്പോൾ പറയായിരുന്നില്ലേ നിറം എന്നുള്ള വിഷയം. അപ്പോൾ അത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന കാര്യമാണ്. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ഇരുന്നാൽ ഏറ്റവും സുഖമുള്ള, നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നതിൻ്റെ സുഖം വേറെ എവിടെയും കിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ്. നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റിയാൽ അതിലേറെ സുഖമുള്ള വേറൊരു കാര്യമില്ല ലോകത്ത്. മലയാള സിനിമയെ സംബന്ധിച്ച് ഈ ഒരുപാട് വലിയ പടങ്ങളും വരുന്നുണ്ട്, ചെറിയ പടങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ ചേച്ചി ചെയ്ത ഗോളം എന്ന് പറയുന്നത് വളരെ ഗംഭീര പടമാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ പുതുമുഖങ്ങളാണ് കൂടുതലുള്ളത്. സ്റ്റാർ കാസ്റ്റിംഗ് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ആളുകളുള്ളൂ. ചേച്ചി, ദിലീഷേട്ടനെ പോലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പുതിയ ആളുകളാണ്. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും വളരെ കുറച്ച് തിയേറ്റേഴ്സിന് മാത്രമേ അത് വന്നിട്ടുള്ളൂ. പക്ഷേ അത് വളരെ ഗംഭീരമായിട്ടുള്ള പടങ്ങളാണ്. പക്ഷേ ഈ പ്രേക്ഷകർ അല്ലെങ്കിൽ ഇവിടെ ഒരു എന്താ അത് നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ചെറിയ പടങ്ങൾക്ക് ഒരു അക്സെപ്റ്റൻസ് കുറവുണ്ട്, അല്ലെങ്കിൽ തിയേറ്റർ പോലും വളരെ കുറച്ചല്ലേ കിട്ടുന്നുള്ളൂ. അത് ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. നമ്മളിപ്പോ ഒരു നെസ്ലയുടെ പ്രോഡക്റ്റും നമുക്ക് പരിചയമില്ലാത്ത ഒരു കമ്പനി, ഒരു ചെറിയൊരു കമ്പനിയുടെ പ്രോഡക്റ്റും സൂപ്പർ മാർക്കറ്റിൽ കണ്ടാൽ സാധാരണ നമ്മൾ നെസ്ലെ, ITC തുടങ്ങിയ ഏതെങ്കിലും കമ്പനികളുടെ ബ്രാൻഡുകളുടെ പ്രോഡക്റ്റ് നമ്മൾ ആദ്യം പോയി എടുക്കുകയുള്ളൂ. പിന്നെ ആയിരിക്കാം ഈ പറയുന്ന ബ്രാൻഡിനും ഓക്കെ ഇതും കൊള്ളാം, ഇതും ചിലപ്പം ഇത് നല്ലതാണ് എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഫിലിംസിന്റെ കാര്യം. ബ്രാൻഡ് വാല്യൂ ഉള്ള ആക്ടേഴ്സും ടെക്നീഷ്യൻസും ക്രൂവും ഒക്കെ ഉള്ളപ്പം അതിനായിരിക്കും കൂടുതൽ ലൈം ലൈറ്റ് കിട്ടുക. അപ്പം അത് ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു മൂവി കുറച്ച് സസ്റ്റെയിൻ ചെയ്ത് അത് ആൾക്കാർ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴാണ് ചെറിയ മൂവീസിന് അക്സെപ്റ്റൻസ് വരുന്നത്. അത് അൺഫോർച്ചുനേറ്റ്ലി ഈസ് എ റിയാലിറ്റി ഓഫ് ദ ഇൻഡസ്ട്രി ആൻഡ് ദ മാർക്കറ്റ്. ഇപ്പൊ കൃഷ്ണൻകുട്ടി പണി തുടങ്ങിയുള്ള ഒരു പടമായിരുന്നു ചേട്ടൻ്റെ ആദ്യത്തെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിലേക്കാണ് വരുന്നത്. അപ്പം ഇത്രയും ഒരു ഗ്യാപ്പ് വരുന്നതാണ് കാരണം. പിന്നെ അതേപോലെ തന്നെ ടോം ചേട്ടനുമായിട്ട് തന്നെയാണ് രണ്ടും കൊളാബറേഷൻ വരുന്നത്. ഞാൻ എഴുതുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം അത് എന്നുള്ളത് കൊണ്ട് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. എഴുതുക എന്നുള്ളത് പിന്നീട് വന്നൊരു കാര്യമാണ്. പിന്നെ എഴുതി തുടങ്ങിയത് തന്നെ ഞാൻ സൂര്യചേട്ടനോടൊക്കെ ആസ് വി ആർ ഫ്രണ്ട്സ് നമ്മൾ കഥകൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കഥ പറയാൻ എനിക്കിഷ്ടമാണ്. അങ്ങനെ കഥ പറഞ്ഞ് ഇതായിട്ടാണ് നിനക്കിത് എഴുതി കൂടിയെന്നൊക്കെ ചോദിച്ചിട്ടാണ് കൃഷ്ണൻകുട്ടി ആക്ച്വലി വിശേഷം അതിനു മുമ്പേ ആലോചിച്ചിരുന്ന കഥയാണ്. അപ്പോൾ അങ്ങനെയാണ് എഴുതി തുടങ്ങുന്നത്. അതുവരെയ്ക്ക് എഴുത്തുകാരെന്നുള്ളൊരു ഇതൊന്നുമില്ല. ഞാൻ വരെ ഷോർട്ട് സ്റ്റോറീസൊക്കെ എൻ്റെ കയ്യിൽ എഴുതി ഞാൻ എൻ്റെ പെട്ടിക്കകത്ത് വയ്ക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. അപ്പോൾ അങ്ങനെയാണ് എഴുതി തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഓൾ അബൌട്ട് കംഫർട്ട്. നമ്മളെ അറിയുന്ന ആൾക്കാർ, നമുക്ക് ചുറ്റും നമുക്ക് മനസ്സിലാവുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരുടെ ഒപ്പം നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു സുഖമുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമാണ് സിനിമയ്ക്കകത്ത് ഏത് ജോലി എന്നാലും ഞാൻ ചെയ്യും. അത് എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ എഴുതുക എന്നുള്ളത് അങ്ങനെ വന്ന കാര്യമാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളത് സൂര്യചേട്ടനെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചും ഞങ്ങൾ അഡ്വർടൈസ്മെന്റ്സ് ചെയ്തു വന്ന ആൾക്കാരാണ് പണ്ട് തൊട്ടേ. കുറേ വർഷങ്ങളുടെ ബന്ധമുണ്ട് ഞങ്ങൾക്കിടയിൽ. അപ്പോൾ അത് നമ്മളെ സ്വാധീനിക്കും, മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. ഞങ്ങൾ തമ്മിലുള്ള ഒരു സിങ്ക് നല്ലതാണ് ആ കാര്യത്തിൽ.
ഇപ്പോൾ മ്യൂസിക് ചെയ്യുന്നുണ്ട്, സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, സ്ക്രീൻ പ്ലേ എല്ലാം. അപ്പം ആക്ടിങ്ങിലേക്ക് എങ്ങനെയാണ് കടന്നു വരുന്നത്? സൂര്യചേട്ടൻ തന്നെ നിർബന്ധിച്ചത്? നിർബന്ധിക്കാന്നല്ല, ഞാൻ പറയുന്നത് ഈ കഥ പറയുമ്പോൾ ഞാൻ പലവട്ടം ഈയിടെയായിട്ട് പറയാറുള്ള കാര്യം, ഇനി സൂര്യചേട്ടൻ തന്നെ പറയും ഞാൻ എനിക്ക് കഥ പറയാൻ അറിയത്തില്ല, അഭിനയിക്കാനേ അറിയത്തുള്ളൂ. ചേട്ടന് അത് അഭിനയിച്ചുകൊണ്ടാണ് ഞാൻ പറയാ. അപ്പൊ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് സൂര്യചേട്ടൻ എന്നോട് ചോദിച്ചത്. ഒരു സമയം കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ വേറെ ആക്ടേഴ്സിനൊക്കെ ആലോചിക്കാൻ, ഞാൻ എഴുതുമ്പോൾ ഒട്ടും ആലോചിച്ചിട്ടില്ല, എന്നെ ചിന്തയിൽ പോലും ഇല്ല, വേറെ നടന്മാരൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ചെയ്താൽ പോരെ ചോദിച്ചു. ഞാൻ എന്ത് ബോധമില്ല എന്തൊക്കെയാ പറയുന്നത്. പക്ഷെ അതിനെക്കാട്ടും വലിയൊരു ശങ്കോർപ്പം കൂടി പുള്ളി കാണിച്ചു. ഡയറക്റ്റ് ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ പ്രൊഡക്ഷനും കൂടി നമ്മുടെ തന്നെ ഒരു ബാനറിലാണ് ചെയ്തിരിക്കുന്നത്, സ്റ്റെപ്പ് 2 ഫിലിംസിന്. അപ്പം അത് ഈ സബ്ജക്റ്റിന്റെ മുകളിലും നമ്മൾ ചെയ്ത പ്രൊഡക്റ്റിന്റെ മുകളിലുള്ള ഒരു വിശ്വാസമാണ്. അതിനെ എന്നോട് പറഞ്ഞത്, ഇത് എന്നൊരു ഫ്രഷ് ലുക്ക് കൊടുക്കാൻ, പുതിയൊരു കാഴ്ച കൊടുക്കാൻ നീ വന്നു കഴിഞ്ഞാൽ പറ്റും. അത് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു എനിക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് അഭിനയിക്കാൻ പേടി അങ്ങനെയൊന്നുമില്ല. ഞാൻ ഓൾറെഡി കഥ പറയുമ്പോൾ ഇവർക്കൊക്കെ അറിയാം ഞാൻ അഭിനയിച്ചുകൊണ്ടാണ് കഥ പറയാം. അപ്പൊ അതങ്ങനെ ക്യാമറയുടെ മുമ്പിൽ പോയി ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ക്യാമറയുടെ മുമ്പിൽ പോയി ചെയ്യുന്നത് വേറെ സീനാണ്. അത് അഡ്ജസ്റ്റഡ് ആയി വരാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. എന്നെ തന്നെ എനിക്ക് അംഗീകരിക്കാൻ കുറച്ച് സമയം എടുത്തു. ബട്ട് അത് ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സാന്ന് മനസ്സിലായി, ആസ്വദിക്കേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു അവസരം കിട്ടുക എന്നുള്ളത്, എത്രയോ പേര് പുറത്തു നിൽക്കുന്നു, എന്നെ തന്നെ സമീപിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് എന്റെ മുമ്പിലേക്ക് വന്നതിൽ എനിക്ക് ഭാഗ്യം തന്നെ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു ടേക്ക്? അല്ലെങ്കിൽ ഒറ്റ ടേക്ക് തന്നെ എല്ലാം ഓക്കെ ആക്കി പോകാറുണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് ടേക്കൊക്കെ വരാറുണ്ടോ? ഒറ്റ ടേക്കില് എല്ലാം ഓക്കെ ആയി പോകാറൊന്നുമില്ല. അതിപ്പോ പല കാരണങ്ങൾ കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടൊക്കെ ഇതായിട്ടുണ്ട്. ആദ്യത്തെ ടേക്ക് ഒറ്റ ടേക്ക് എടുത്തിട്ടുള്ളൂ, കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ സങ്കീർണതകളെ കുറിച്ചൊന്നും ഞാൻ ആലോചിക്കാറില്ല. ചെയ്യാൻ പറയുന്നത് ചെയ്യുന്നു പോകുന്നുള്ളതല്ലാതെ ഇതിപ്പോ ഇത്ര ടേക്ക് എടുത്താൽ അങ്ങനത്തെ എനിക്ക് തോന്നി ഞാൻ അവിടേക്ക് എത്താത്തോണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല. എന്നെ സംബന്ധിച്ച് വൃത്തിയായോ ഇല്ലയോ, ഡയറക്ടർ ഓക്കെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതേ ഉള്ളൂ. ആദ്യത്തെ കുറച്ച് ദിവസം മോണിറ്ററിന്റെ അവിടെ പോയി നിൽക്കുമ്പോ ഇത് ശരിയാവുന്നുണ്ടോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. ഞാൻ സൂര്യചേട്ടനോട് ചോദിച്ചു, നമുക്ക് ഇത് പരിപാടി അവസാനിപ്പിക്കാം, കാശൊക്കെ ഇറക്കിയിട്ട് ചെയ്യുന്നതാണ്, വെറുതെ ഇതാവുന്നൊക്കെ ചോദിക്കും. പുള്ളി തരുന്ന കോൺഫിഡൻസും, ഈവൻ ചിന്നുവിന്റെ അടുത്ത് പോയിരുന്നിട്ട് ചിന്നു പറയാറുണ്ട് മോണിറ്ററിന്റെ അടുത്തേക്ക് പോണ്ട പറയും. കാരണം ഞാൻ ജഡ്ജ്മെന്റിലാവും. ഈ പറഞ്ഞ സ്വഭാവമൊക്കെ എനിക്കും ഉണ്ടല്ലോ. അപ്പൊ സാധാരണ ഇതിക്ക് നമ്മൾ ശരിയായിട്ടില്ല അയ്യോ എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ വരും. ടുക്ക് മീ 3 to 4 days എന്റെ ട്രാക്കിലാവാൻ. പിന്നെ ഇത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കുന്ന കാര്യം. ഞാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ചേച്ചിയുടെ ഒരു ആക്ടിങ്ങിൽ സ്വയം ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളാണോ, അല്ലെങ്കിൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ അത് ആ വഴി പോട്ടെ എന്ന് നോക്കിയിട്ടാണ്, അതോ അയ്യോ ഞാൻ ചെയ്ത് ശരിയാണെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷനൊക്കെ ആവാറുണ്ട്? ആക്ച്വലി എനിക്ക് എന്നെ സ്ക്രീനിൽ കാണുമ്പം ഞാൻ ഭയങ്കര എക്സ്ട്രാ ക്രിറ്റിസൈസ് ചെയ്യും. ഞാൻ ഭയങ്കരമായിട്ട് എല്ലാം ഒബ്സർവ് ചെയ്ത് ഇതിങ്ങനെ ചെയ്ത ഇങ്ങനെ ചെയ്ത അപ്പം എനിക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടില്ല. അതുകൊണ്ട് ഐ ലീവ് ഇറ്റ് അപ് ടു ദ മേക്കേഴ്സ്, ഡയറക്ടർ, റൈറ്റർ, അസോസിയേറ്റ്സ്, ക്യാമ്പ്. അവർക്കറിയാം അവർക്ക് എന്ത് സിനിമയാണ് വേണ്ടതെന്ന്. അപ്പം എൻ്റെ ജോബിൽ ഞാൻ ഫോക്കസ് ചെയ്താൽ അവർക്ക് വേണ്ട സിനിമ കിട്ടുന്നുണ്ടോ, അവർക്ക് വേണ്ട ഷോട്ട് കിട്ടുന്നുണ്ടോ എന്ന് അവർക്ക് അറിയാം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് വീണ്ടും എടുക്കാനുള്ള ഒരു എന്താ പറയുക ബോധം അവർക്കുണ്ട്. അത് എനിക്കറിയാലോ. അതെ, ട്രസ്റ്റ് ദ പ്രോസസ്. അത് പിന്നെ അത് ആ ഒരു കാരണം കൊണ്ട് തന്നെ എൻ്റെ ലോട്ട് ഓഫ് ടൈംസ് ഞാൻ പഠിക്കുന്നത് എൻ്റെ ഈ പറയുന്ന ഫെലോ ആക്ടേഴ്സിൻ്റെ കൂടെയും ഡയറക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളിലും. പിന്നെ സിനിമ തിയേറ്ററിൽ അല്ലെങ്കിൽ പിന്നീട് കാണുമ്പോഴാണ് എനിക്ക് ഓക്കെ ഇത് ഇങ്ങനെ ചെയ്യണം, അടുത്ത പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചെയ്യരുത്, കാരണം എങ്കിൽ പിന്നെ ഇത് റെപ്പിറ്റേഷൻ ആകും എന്നൊക്കെ ഉള്ള കാര്യം ഞാൻ ആ സമയത്താണ്. അതിലെ ആ പാട്ടുകളും ഭയങ്കര മനോഹരമാണ്. ഒന്നാം നാളെന്നൊക്കെ പറഞ്ഞ ആ ഒരു പാട്ട് എനിക്ക് നമുക്കിങ്ങനെ കൊച്ചു കൊച്ചു റൈംസ് ഒക്കെ നമ്മൾ ചൊല്ലുമല്ലോ, എനിക്ക് അതേപോലെ ഫീൽ ചെയ്തു. അല്ലേ ആ ഇങ്ങനെ ഒരു വരികളുള്ള ആ ഒരു പാട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പം എത്ര പാട്ടുകളുണ്ട്? 4 പാട്ടുകളുണ്ട്. 4 പാട്ടുകൾ ഇത്തരത്തിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലിറിക്സും കാര്യങ്ങളായിട്ടൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടന്റ് കുറച്ചും കൂടി റെലവെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രോങ് ആയിരിക്കാം. പക്ഷെ പറയുന്ന രീതി വളരെ പ്ലെയിൻ ആയിട്ടും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടും പറയുന്ന രീതിയിലാണ് പാട്ടുകളുടെയും ഒക്കെ സ്വഭാവമുള്ളത്. പിന്നെ നമുക്ക് സങ്കടം
അതിന്റെ പെർസ്പെക്റ്റീവ് അങ്ങനെയാണ്. നിങ്ങളൊരാൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് പറയുന്നതിനെക്കാട്ടും രസമാണ് അല്ലെങ്കിൽ ഭംഗിയാണ് ചിലപ്പോൾ അയാൾ അധ്വാനിച്ച് അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. നമ്മുടെ സിനിമ നിൽക്കുന്ന ആ പോയിന്റിലാണ്. അയാള് ഓവർകം ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ട് വിജയിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അയാൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാന്ന് പറയുന്ന സിനിമയല്ല. അപ്പൊ എന്തായാലും ജൂലൈ 19 പടം റിലീസാണ്. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ മൂവി. അപ്പം തിയേറ്ററിൽ തന്നെ എല്ലാവരും പോയി കാണണം അല്ലേ? അത്രത്തോളം ഫണ്ണായിട്ടുള്ളൊരു കോമഡി മൂവി. തിയേറ്ററിൽ പോയി കാണുക എന്ന് പറയുന്നത് നമുക്ക് വളരെ പരിചിതമായ ചുറ്റും നടക്കുന്ന വളരെ റെലവെന്റ് ആയിട്ടുള്ള കറന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒന്നും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളതല്ല. നമുക്ക് നിലത്ത് ചവിട്ടി ഭൂമി ചവിട്ടി നിന്നിട്ടാണ് നമ്മൾ ഈ കഥ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നമ്മളെ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത്. സന്തോഷത്തോടു കൂടി എല്ലാവരും തിയേറ്ററിൽ പോയി ഇരുന്ന് മനസ്സ് നിറഞ്ഞ് കണ്ടുവരുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ എന്തായാലും പോകണം. സിനിമയുടെ പേര് വിശേഷം. അപ്പൊ വിശേഷത്തിന്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടു. അപ്പൊ ജൂലൈ 19 നമുക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണാം. അപ്പൊ താങ്ക് യു ചേച്ചി. താങ്ക് യു.